ആത്മീയതയുടെ പ്രസക്തി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉദ്ദേശം ഒന്ന്, അവന്റെ ജീവിതത്തിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ കഴിയാവുന്ന ഒരു അത്താണിയെ അവൻ ആഗ്രഹിക്കുന്നു. ആ അത്താണി എല്ലാ കാലങ്ങളിലും സജീവമായി നിലകൊള്ളുന്നതും കാലഹരണപ്പെട്ടു പോകാത്തതുമായിരിക്കണമെന്ന് അവന്റെ മനസ്സ് പറയുന്നുണ്ട്. നിസ്സഹായതയും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സങ്കീർണതകൾക്കുള്ള പരിഹാരങ്ങളും അസന്തുലിതമായ മനസ്സിന് സന്തുലിതാവസ്ഥ പ്രദാനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളും ആത്മീയതയുടെ ആവശ്യകതയെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. തങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലമുണ്ടാകണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്ന ഒരാൾ അതിലൂടെ നാടിനും നാട്ടുകാർക്കും വൈജ്ഞാനികമായ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയണമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രയാസം അനുഭവിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സഹോദരന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണം നൽകുന്നതിന് ഒരു ഫലമുണ്ടാകണമെന്ന് അവന്റെ മനസ്സ് പറയുന്നു. ഈ ഭൂമിയിൽ നമ്മൾ നിർവഹിക്കുന്ന ഓരോരോ കർമ്മങ്ങൾക്കും ഈ ദുനിയാവിലോ ഈ ഭൗതികമായ ജീവിതത്തിലോ അതിനപ്പുറമുള്ള പാരത്രിക ജീവിതത്തിലോ ഒരു ഫലമുണ്ടാകണം എന്ന ആഗ്രഹം മനുഷ്യന്റെ സഹജ വികാരമാണ്. ഈ ഫലമുണ്ടാകണമെന്ന കർമ്മത്തിന് ഫലപ്രാപ്തി ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് രണ്ടാമതായി ആത്മീയതയുടെ പ്രസക്തി എന്ന് പറയുന്നത്. താൻ ചെയ്യുന്ന, താൻ നിർവഹിക്കുന്ന, താൻ പെരുമാറുന്ന, താൻ പറയുന്ന ഓരോ സംഗതികളിലും അതിൻ്റെതായ പ്രതികരണങ്ങളും അതിൻ്റെതായ ഫലപ്രാപ്തിയും ഉണ്ടാകണമെന്ന മനുഷ്യന്റെ ആഗ്രഹത്തിന് പൂർത്തീകരണം നൽകാൻ കഴിയുന്നത് അതിന് ദർശനങ്ങൾക്ക്, പ്രത്യയശാസ്ത്രങ്ങൾക്ക്, ഭൗതിക നിർമ്മിതങ്ങളായ ആശയങ്ങൾക്ക് എന്നൊക്കെ പറയാൻ കഴിഞ്ഞാലും ശരി, അടിസ്ഥാനപരമായി മനുഷ്യന്റെ കർമ്മഫലത്തിന് ശരിയായ മാർഗം നൽകാൻ കഴിയുന്നത് പ്രകൃതി മതത്തിന് മാത്രമേ സാധ്യമാകൂ. ആത്മീയതയുടെ പ്രസക്തിയും ആത്മീയതയുടെ അർത്ഥവും അവിടെയാണ് വരുന്നത്. ഈ രണ്ടു വഴികളും പ്രധാനമായി ചർച്ചയ്ക്ക് വിഷയീഭവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്ന മറ്റൊരു മേഖലയാണ് കപട ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത എന്നത് ഒരു നല്ല പദമോ ഒരു നല്ല ആശയവുമോ ആണ് വിഭാവന ചെയ്യുന്നത് എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിശാല അർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്ന പദം ഉപയോഗിക്കുകയാണ്. ആത്മീയ സ്വാതന്ത്ര്യം എന്ന പേരിൽ, വിശാലമായ ആത്മീയത എന്ന പേരിൽ, സ്വതന്ത്ര ആത്മീയത എന്ന പേരിൽ, മതേതര ആത്മീയത എന്ന പേരിൽ ഈ പദത്തെ ഉപയോഗിക്കുന്നുണ്ട്. സെക്കുലർ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന, മതേതര ആത്മീയത എന്ന് പറയുന്ന ഒരാശയത്തെ ഇടക്കാലത്ത് കേരളത്തിലെ സമൂഹം ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിട്ടുണ്ട്. ബഹുസ്വരതയുള്ള ആത്മീയത എന്ന വിഷയത്തിലുള്ള ചർച്ച വന്നിട്ടുണ്ട്. സ്വതന്ത്രമായ ആത്മീയത എന്ന പേരിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. കപടാത്മീയത എന്ന പേരിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതാണ് സജീവമായി നിലകൊള്ളുന്നത്. എവിടെയാണ് ഈ കപടാത്മീയതയുടെ പ്രസക്തി, അല്ലെങ്കിൽ കപടാത്മീയത കടന്നു വരുന്ന വഴികൾ എവിടെയാണ്? ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൗതികമായ അഭിവൃദ്ധിയുടെ പിന്നിലാണ് ഇന്ന് മനുഷ്യന്മാർ നീങ്ങുന്നത്. പ്രത്യേകിച്ച് യുവാക്കൾ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ എങ്ങനെയെങ്കിലും തേടിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. പാറി നടക്കാനും ഓടി നടക്കാനും ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ദിനേന എന്നോണം യുവസമൂഹം മാറ്റിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായ രമ്യഹർമ്മങ്ങളുടെ ഉടമസ്ഥന്മാരായി, അധിപന്മാരായി വാഴുകയാണ് യുവസമൂഹം. ജീവിതത്തിന്റെ അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ വഴികളിലൂടെയും നിർബാധം സഞ്ചരിക്കുകയാണ് യുവസമൂഹം. പ്രത്യേകിച്ച് ആഗോളവൽക്കരണം എന്ന പേരിലോ ഉത്തരാധുനികത എന്ന പേരിലോ ഒക്കെ വിവിധങ്ങളായ സംസ്കാരങ്ങൾ വർത്തമാനകാല സമൂഹം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉപോൽപ്പന്നമായി ലോകത്ത് നിലകൊള്ളുന്നത് ഭൗതികമായ പ്രബദ്ധത മാത്രമാണ്.
മനുഷ്യൻ വല്ലാത്തൊരു ഭൗതിക പ്രമത്തനായി മാറിയിരിക്കുന്നു. സൗഭാഗ്യത്തിന്റെയും സുഖാനുഭവങ്ങളുടെയും ആനന്ദത്തിന്റെയും അഭിലാഷ പൂർത്തീകരണത്തിന്റെയും വഴികളിൽ ഏതറ്റം വരെ സഞ്ചരിക്കാനും സാധ്യമാകുന്ന ഒരു പ്രകൃതമാണ് ഇന്ന് മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത്. ഈ സന്തോഷങ്ങളുടെയും ആനന്ദങ്ങളുടെയും ആമോദങ്ങളുടെയും പിന്നാലെ പോകുന്ന മനുഷ്യന് ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾക്കുള്ള പരിഹാരം ഇത്തരം കറക്കു കമ്പനികളും ഭക്തി പ്രസ്ഥാനങ്ങളുമാണ് നൽകുന്നത്. പ്രകൃതിപരമായ ആരാധനകൾ നിർവഹിക്കാൻ അവന് സമയമില്ല. ധാർമ്മികമായ തത്വസംഹിതകളോ സനാതന മൂല്യങ്ങളോ അവനോട് പറയുന്ന ആദർശ ജീവിതത്തിൽ അവന് സമയമില്ല. അവന് ജീവിക്കണം. മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതത്തെ കഴിയാവുന്നിടത്തോളം അവൻ ആസ്വദിക്കണം. ആ ആസ്വാദന പ്രക്രിയകളുടെ യാത്രയിൽ അവന് സംഭവിക്കാവുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങൾക്കുള്ള പരിഹാരകനായി രംഗത്ത് വരികയാണ് കപടാത്മീയത. അനാവശ്യമായി മനുഷ്യന്റെ മനസ്സിൽ വരുന്ന വിപത്തുക്കളുടെയും പരീക്ഷണങ്ങളുടെയും ഭയത്തിന് രക്ഷയായ കുറുക്കുവഴികൾ നൽകുകയാണ് കപടാത്മീയത പ്രധാനമായും ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ ജീവിതത്തിന്റെ സൗഭാഗ്യപൂർണമായ അവസ്ഥകൾക്ക് വേണ്ടിയിട്ട് വിവിധങ്ങളായ മാർഗങ്ങൾ ആനയിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസം പരിഹരിക്കാനുള്ള കുറുക്കുവഴികൾ അവൻ ആഗ്രഹിക്കുന്നു. ആ കുറുക്കുവഴികൾ അവന് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവി പ്രവചനക്കാരായ ആളുകൾ വരുന്നു. കുഴപ്പമില്ല, ഇന്ന സമയത്ത് എന്തോ ഒരു ദോഷമുണ്ട്, ആ ദോഷം ഇന്ന ആളുകൾക്കകം പരിഹരിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഭാവി പ്രവചനക്കാർ രംഗത്ത് വരികയും ആ ഭാവി പ്രവചനക്കാർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുന്നത് ജീവിതത്തിന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആത്മീയതയുടെ ചൂഷണ മാർഗത്തിൽ പ്രധാനമായി നിലകൊള്ളുന്ന കണക്കുനോട്ടക്കാരുടെയും ജ്യോത്സ്യന്മാരുടെയും ജ്യോതിഷ കമ്പനികളുടെയും ഒക്കെ മുൻപിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിൻസ് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണക്കന്മാരുടെയോ ജ്യോത്സ്യക്കാരുടെയോ സമീപിച്ചോ ഇല്ലയോ എന്നതല്ല വിഷയം. ഭൗതികമായ മേഖലയിൽ സഗൗരവമുള്ള പഠനത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്റ്റീഫൻ ഹോക്കിൻസ് പറയുന്നത് ജ്യോതിഷത്തിന്റെയോ ജ്യോത്സ്യത്തിന്റെയോ പിന്നിൽ സത്യത്തിന്റെ ഒരു തരിമ്പ് പോലും ഇല്ല എന്നതാണ്. ശാസ്ത്രീയമായ സംവിധാനങ്ങളുടെ ഘടക വിരുദ്ധമാണ്. ചില കണക്കുകൂട്ടലുകൾ നടത്തി മനുഷ്യന് താൽക്കാലികമായ ആശ്വാസം പ്രദാനം ചെയ്യാൻ കഴിയാവുന്ന ചില കുറുക്കുവേലകൾ മാത്രമാണ് ജ്യോത്സ്യക്കാർ മുന്നിൽ നൽകുന്നത്, കണക്കന്മാർ മുന്നിൽ നൽകുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി.